സ്റ്റേജസ് ഓഫ് സെൽ സൈക്കിൾ. സെൽ സൈക്കിൾ എന്താണ്? സെൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്? സെൽ സൈക്കിളിൻ്റെ റെഗുലേറ്ററി മെക്കാനിസംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ബൈ ഡിവിഷൻ. എല്ലാ സെൽസും അറൈസ് ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് സെൽസിൻ്റെ ഡിവിഷൻ പ്രോസസ്സ് വഴിയാണ്. The genetic information has been preserved through cell division. സെൽ ഡിവിഷൻ പ്രോസസ്സ് വഴിയാണ് ജനറ്റിക് ഇൻഫർമേഷൻ്റെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫർ നടക്കുന്നത് പേരൻ്റൽ സെൽസിൽ നിന്ന് ഡോട്ടർ സെൽസിലേക്ക്. ഇപ്പോൾ ഈ സെൽ ഡിവിഷൻ പ്രോസസ്സ്, ഡ്യൂപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി 1 by 1 ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. റീപ്രൊഡക്ഷൻ ഓഫ് സെൽസ് ഈസ് ഫണ്ടമെൻ്റൽ ടു ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷൻ ഓഫ് ഓൾ ലൈഫ്. സെൽ ഡിവിഷൻ, സെൽ ഗ്രോത്ത്, അതുപോലെ തന്നെ സെൽ പ്രൊലിഫറേഷൻ, ഇതുപോലുള്ള പ്രോസസ്സുകളാണ് ലിവിങ് തിങ്സിൻ്റെ വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും സെൽസ് ഉണ്ട്. ആ സെൽസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പോളിഫറേറ്റ് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ലൈഫിൻ്റെ യുണീക്ക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സെൽസ് എന്ന് പറയുന്നത്. Then in single-celled organisms, cell division creates an entire new organism. ഇപ്പോൾ അമീബ പോലെയുള്ള സിംഗിൾ സെൽ ഓർഗാനിസത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, യൂണിസെല്ലുലാർ ഓർഗാനിസത്തെ എടുക്കുകയാണെങ്കിൽ, അവയുടെ റീപ്രൊഡക്ഷൻ്റെ ഒരു മെത്തേഡാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. പെരൻ്റൽ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പുതിയ ഡോട്ടർ അമീബ ഡെവലപ്പ് ചെയ്യുന്നു, പുതിയ സെൽസ് ഡെവലപ്പ് ചെയ്യുന്നു, പുതിയ ജനറേഷൻ അങ്ങനെ അതിന് റേസ് ചെയ്യാൻ പറ്റുന്നു. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് സെൽ ഡിവിഷൻ ട്രാൻസ്ഫോംസ് എ സിംഗിൾ ഫൗണ്ടർ സെൽ ഇൻ ടു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഓഫ് സെൽസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ഇപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ടോട്ടിപോട്ടൻ്റ് ആയിട്ടുള്ള സെൽസ് അത് പലതരത്തിലുള്ള സെൽസായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സ്റ്റെം സെൽസ് കാണിച്ചിട്ടുണ്ട്. ആ സ്റ്റെം സെൽസ് ലിവർ സെൽസ് ആയിട്ടും, മസിൽ സെൽസ് ആയിട്ടും, നെർവ് സെൽസ് ആയിട്ടും, റെഡ് ബ്ലഡ് സെൽസ് ആയിട്ടും, കാർഡിയാക് സെൽസ് ആയിട്ടും, ഇൻറ്റസ്റ്റൈനൽ സെൽസ് ആയിട്ടും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്ത സെൽസ് അത് പല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ടിഷ്യൂസ് ഉണ്ടാകുന്നു. ടിഷ്യൂസ് പിന്നീട് ഓർഗൻസ് ആയിട്ട് മാറുന്നു, അവ ഓർഗൻസ് ആയിട്ട് ഓർഗനൈസ്ഡ് ആകുന്നു. അപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഫങ്ഷൻ ചെയ്യാനുള്ള കാരണം ഈ പറഞ്ഞ സെൽ ഡിവിഷൻ പ്രോസസ്സാണ്. സെൽ ഡിവിഷൻ, ദെൻ സെൽ ഡിഫറൻഷിയേഷൻ, ദെൻ ഓർഗനൈസേഷൻ. In adult organisms, cell division replaces cells those die from natural causes or those that are lost due to environmental changes. അപ്പോൾ ഒരു ഓർഗാനിസത്തെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ആ ഓർഗാനിസത്തിൽ അറ്റ് എ ടൈം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സെൽസ് നശിച്ചു പോകുന്നുണ്ട് പലതരത്തിലുള്ള പ്രോസസ്സുകൾക്ക് വിധേയമായി. അപ്പോട്ടോസിസ് എന്ന് പറയുന്ന പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ഉണ്ട്, ദെൻ ഓട്ടോഫാഗി എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്, നെക്രോസിസ് പോലെയുള്ള പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സുകളെല്ലാം ഒരു ലൈവായിട്ടുള്ള സെല്ലിനെ ഡെഡാക്കി മാറ്റുന്നതാണ്. അപ്പം ഡെഡായിട്ടുള്ള സെല്ലിനെ റീപ്ലേസ് ചെയ്യുന്നത് സെൽ ഡിവിഷൻ പ്രോസസ്സാണ്. അപ്പോൾ സെൽ ഡെത്ത് കൊണ്ട് നശിച്ചു പോകുന്ന സെൽസിനെയെല്ലാം റീപ്ലേസ് ചെയ്ത് ആ വോയിഡ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് സെൽ ഡിവിഷൻ പ്രോസസ്സാണ്, സെൽ സൈക്കിൾ ആണ്. The cycle of cell division is a vital process by which a fertilized egg that is single celled develops into a mature organism. അപ്പോൾ നമുക്കെല്ലാം അറിയാം, സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിനകത്ത് ഹപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ സെൽ ഉണ്ടാകും. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട്. ഈ സൈഗോട്ടിൽ നിന്നാണ് ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നത് ത്രൂ എംബ്രിയോ ജെനസിസ്. അപ്പോൾ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിവൈഡ് ചെയ്ത് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പലതരത്തിലുള്ള ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുക, ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുക, ആ ഓർഗാനിസം കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഓർഗാനിസവും ഈ സൈഗോട്ട് എന്ന് പറയുന്ന സിംഗിൾ സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫലമായിട്ട്, ഡ്യൂപ്ലിക്കേഷൻ്റെ ഫലമായിട്ട് ആണ് ഓർഗനൈസ്ഡ് ആകുന്നത്. ഇനി നമുക്ക് സെൽ സൈക്കിൾ എന്താണെന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. വാട്ട് ഈസ് സെൽ സൈക്കിൾ?
The cell cycle is the sequence of events that take place in cells which leads to cell division and replication. ഇപ്പോൾ സെല്ലിനകത്ത് സംഭവിക്കുന്ന സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ് അത് സെല്ലിൻ്റെ ഡിവിഷന് കാരണമാകും. അപ്പോൾ ആ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സിനെ നമ്മൾ ആസ് എ ഹോൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൽ സൈക്കിൾ എന്ന് വിളിക്കാം. ഇപ്പോൾ സെൽ സൈക്കിളിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. സെൽ സൈക്കിളിന് മേജറായിട്ട് 2 ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള മേജർ സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് വളരെ സമയം കൂടുതൽ വേണ്ട ഒരു സ്റ്റേജാണ്. ദാറ്റ് സ്റ്റേജ് ഈസ് കോൾഡ് ഇൻ്റർഫേസ്. ഇൻ്റർഫേസിൽ സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത്. ദെൻ ദ സെക്കൻഡ് ഫേസ് ഈസ് മൈറ്റോട്ടിക് ഫേസ്, മൈറ്റോസിസ് ഓർ എം ഫേസ്. ഓക്കെ, ഈ ഇൻ്റർഫേസിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്. G1 phase, that is gap 1 phase, then S phase, that is the synthesis phase. ഈ S phase വെച്ചിട്ടാണ് DNA റിപ്ലിക്കേഷൻ നടക്കുന്നത്. DNA റിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് G1 ഫേസിൽ സംഭവിക്കുന്നത്. ഇനി G2 ഫേസ് എന്ന് പറയുന്നത് S ഫേസിന് ശേഷം വരുന്നതാണ്. അത് മൈറ്റോസിസിന് തൊട്ട് മുമ്പുള്ള ഒരു ഫേസാണ്. അപ്പോൾ മൈറ്റോസിസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് G2 ഫേസിൽ സംഭവിക്കുന്നത്. ഇനി മൈറ്റോട്ടിക് ഫേസിൽ എം ഫേസിൽ സംഭവിക്കുന്നത് കാരിയോകൈനസിസും സൈറ്റോകൈനസിസുമാണ്. അതായത് ന്യൂക്ലിയർ ഡിവിഷനും അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനും, പുതിയ ഡോട്ടർ സെൽസ് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ട് സെൽ ഡിവിഷനെ, സെൽ സൈക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. 2 ഫേസസ് ഉണ്ട്, ഇൻ്റർഫേസും എം ഫേസും. ഇൻ്റർഫേസ് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഫേസാണ്. അതിന് 3 ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്, G1, S ആൻഡ് G2 ഫേസ്. ദെൻ എം ഫേസിലാണ് സെല്ല് ആക്ച്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇൻ്റർഫേസിൻ്റെ സ്റ്റേജസും അതുപോലെ തന്നെ എം ഫേസിൻ്റെ സ്റ്റേജസും ഡിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ്, ഇൻ്റർഫേസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് G1 ഫേസ്. അപ്പോൾ ഡയഗ്രാം നോക്കുക. G1 ഫേസ് എം ഫേസിൻ്റെയും എസ് ഫേസിൻ്റെയും ഇടയ്ക്ക് വരുന്ന സ്റ്റേജാണ് G1 ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദ എൻഡ് ഓഫ് പ്രീവിയസ് എം ഫേസ് ടിൽ ദ ബിഗിനിങ് ഓഫ് ദ DNA സിന്തസിസ് ഇൻ ദ നെക്സ്റ്റ് സൈക്കിൾ. അതായത് എം ഫേസ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത എസ് ഫേസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രിപ്പറേറ്ററി ഫേസാണ് G1 ഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ G റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്യാപ്പിനെയാണ്. ഹിയർ G ഇൻഡിക്കേറ്റ്സ് ഗ്യാപ്പ്. അപ്പോൾ ഇതിനെ ജിയെ ഗ്രോത്ത് എന്ന് ഉള്ള ആ വേർഡ് കൊണ്ടും പലപ്പോഴും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. കാരണം ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ കൂടുതൽ ന്യൂട്രിയൻസിനെ അക്കൂമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഗ്രോത്ത് ഫേസ് എന്നും പറയാം. അപ്പോൾ ഗ്യാപ്പ് ഫേസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഫേസ്, ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ് ആണ് G1 ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ G1 ഫേസ് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ഇൻ്റർഫേസിലുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് എസ് ഫേസ് ആണ്. ഈ എസ് ഫേസിലാണ് DNA റിപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് G1 ഫേസിൽ സംഭവിക്കുന്നത്. In this phase, the biosynthetic activities of the cell, which shows a considerable slowdown during the M phase, resumes at a high rate. അപ്പോൾ എം ഫേസിൽ ഈ സെല്ലിൻ്റെ ന്യൂട്രിയൻസ് അക്യൂമുലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബയോസിന്തറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് പലതരത്തിലുള്ള പ്രോട്ടീൻസിനെയും എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പോണൻസിനെയും സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സ് വളരെയധികം സ്ലോ ഡൗൺ ആകുന്നു. അതിനുള്ള കാരണം എം ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓർ എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് ഫോർ ഡിവിഷൻ പ്രോസസ്സ്. അതായത് സെല്ലിനെ രണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് എം ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബയോസിന്തറ്റിക് ആക്ടിവിറ്റീസ് ഒന്നും സെല്ലിനകത്ത് സംഭവിക്കുന്നില്ല, ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി. അപ്പോൾ ബയോസിന്തറ്റിക് ആക്ടിവിറ്റീസ് എല്ലാം എം ഫേസിൽ സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. അതിനെ റീഗെയിൻ ചെയ്യുന്നത്, ആ ബയോസിന്തറ്റിക് ആക്ടിവിറ്റീസ് എല്ലാം റെസ്യൂംഡ് ആകുന്നത് ഈ പറഞ്ഞ G1 ഫേസിലാണ്. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത്, ബയോസിന്തറ്റിക് ആക്ടിവിറ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടും. ഇൻ ദിസ് ഫേസ് ദർ ഈസ് എ മാർക്ക്ഡ് പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻസ് ബൈ ദ യൂസ് ഓഫ് 20 അമിനോ ആസിഡ്സ്. അപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള ഈ 20 അമിനോ ആസിഡ്സ് ഉപയോഗിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ എല്ലാം സെൽസ് സിന്തസൈസ് ചെയ്യും. അതായത്
എസ് ഫേസിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ മെഷീനറി, പോളിപെപ്റ്റൈഡ് മെഷീനറിയൊക്കെ വളരെ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള റേറ്റിൽ സിന്തസൈസ് ചെയ്യും. ഓൾസോ എൻസൈംസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ DNA replication ആർ സിന്തസൈസ്ഡ്. അപ്പോൾ എസ് ഫേസിൽ വേണ്ട DNA റിപ്ലിക്കേഷന് വേണ്ട എൻസൈംസിനെയും ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ സെല്ല് സിന്തസൈസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ആ എൻസൈംസിനെ എല്ലാം നമുക്ക് അറിയാം. സെമി കൺസർവേറ്റീവ് DNA റിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ മെഷീനറീസ്, ഹെലിക്കേസ്, ടോപ്പോ ഐസോമറേസ്, ഗൈറേസ്, ദെൻ DNA പോളിമറേസ്, സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്, ക്ലാമ്പ് പ്രോട്ടീൻസ്, ഇതുപോലുള്ള പ്രോട്ടീൻസ് ആണ് എസ് ഫേസിൽ സെമി കൺസർവേറ്റീവ് DNA റിപ്ലിക്കേഷൻ സാധ്യമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എൻസൈംസിൻ്റെ എല്ലാം, ആ പ്രോട്ടീൻസിൻ്റെ എല്ലാം സിന്തസിസ് G1 ഫേസിൽ വളരെ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള റേറ്റിൽ സംഭവിക്കും. The duration of the G1 phase is highly variable also among different cells of the same species. അപ്പം സ്പീഷീസ് ടു സ്പീഷീസ് G1 ഫേസിന് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്പീഷീസിനകത്തുള്ള പല സെൽസിലും ഈ പർട്ടിക്കുലർ സ്റ്റേജിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഇനി G1 ഫേസിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് P53 എന്ന് പറയുന്ന ഒരു ജീനിൻ്റെ ആക്ഷനിലാണ്. അപ്പോൾ P53 സെൽ സൈക്കിളിനെ വളരെയധികം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ജീനാണ്. ഇപ്പോൾ P53-ക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്യാൻസറിന് കാരണമാകാൻ ഉള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ P53-ൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഈ G1 ഫേസിൻ്റെ കൺട്രോളാണ്. G1 ഫേസ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ എന്താണ്, മ്യൂട്ടേഷൻസ് എസ് ഫേസിൽ അക്കുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള DNA സിന്തസൈസ്ഡ് ആകാനുള്ള സാധ്യത കൂടും. ഓക്കെ, അപ്പോൾ P53-യുടെ ആക്ഷൻ അത് എങ്ങനെയാണ് സെൽ സൈക്കിളിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെഗുലേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. G1 ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ P53 ജീൻ. ഇനി ഈ G1 ഫേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്സസറി ഫേസ് ആണ് G0 ഫേസ് എന്ന് പറയുന്നത്. The cells which are indivisible in multicellular eukaryotes generally enters the inactive G0 state from G1. അപ്പോൾ ചില സെൽസിന് ഈ എസ് ഫേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, ബയോസിന്തറ്റിക് ആക്ടിവിറ്റീസ് എല്ലാം G1 ഫേസിൽ നടക്കത്തില്ല. G1 ഫേസിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസിനെ എല്ലാം സിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റി ആ സെൽസിന് കാണത്തില്ല. അപ്പോൾ G1 ഫേസിൽ നിന്ന് അത് ലൂപ്പ് ബാക്ക് ചെയ്യും, അതൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, G0 ഓർ ഗ്യാപ്പ് 0 ഫേസ്. അപ്പോൾ ഗ്യാപ്പ് 0 ഫേസ് എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് പീരീഡാണ്. അപ്പോൾ അങ്ങനെയുള്ള സെൽസ്, ഇൻഡിവിസിബിൾ ആയിട്ടുള്ള സെൽസ്, അതായത് എസ് ഫേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യാത്ത സെൽസ്, ദേ മേ റിമെയിൻ ഇൻ ദ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ഫോർ ലോങ് പീരീഡ്സ് ഓഫ് ടൈം. അപ്പോൾ അത് പിന്നീട് ആ സ്റ്റേറ്റിൽ നിന്ന് ആ ബയോസിന്തറ്റിക് ആക്ടിവിറ്റീസ് എല്ലാം നോർമലായിട്ട് കൊണ്ടുവന്ന് ആ എസ് ഫേസിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം മെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴേക്കിനും അത് തിരിച്ച് എവിടെ എത്തും, G1 ഫേസിൽ എൻ്റർ ചെയ്യും. എന്നിട്ടത് എസ് ഫേസിലേക്ക് പോകാം. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സെൽസ് അപ്പോട്ടോസിസിന് വിധേയമാകും. ദിസ് സ്റ്റേറ്റ് ക്യാൻ ബി ഐദർ ടെമ്പററി ഓർ പെർമനൻറ്റ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് ഈ പറയുന്ന ബയോസിന്തറ്റിക് ആക്ടിവിറ്റീസ് ഒക്കെ റീഗെയിൻ ചെയ്ത് എസ് ഫേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അഗെയിൻ ലൂപ്പ് ബാക്ക് ചെയ്യും G1 ഫേസിലേക്ക്. ഇല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറി സെല്ലല്ല, അത് നശിച്ചു പോകണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എസ് ഫേസിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ G0 ഫേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള G1 ഫേസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേസാണ്. ഇനി നെക്സ്റ്റ് ഇൻ്റർഫേസിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ഫേസ്.
എസ് ഫേസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് G1 ഫേസും G2 ഫേസിനേക്കാളും വളരെ കുറവായിരിക്കും. അതായത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലിക്കേഷൻ നടക്കും. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലിക്കേഷൻ എറേഴ്സ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. The start of the S phase is when the DNA replication commences. ഇപ്പോൾ DNA replication സെമി കൺസർവേറ്റീവ് ആയിട്ടുള്ള DNA replication സ്റ്റാർട്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ സ്റ്റേജ് ആണ് എസ് ഫേസിൻ്റെ ഇനീഷ്യേഷൻ അല്ലെങ്കിൽ എക്സ് ഫേസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. When this phase completes, all the chromosomes have been replicated. അപ്പോൾ ഈ എസ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കിന് എല്ലാ ക്രോമസോംസും റിപ്ലിക്കേറ്റ് ചെയ്തിരിക്കും. During this phase, the amount of DNA in the cell is doubled, but the ploidy of the cell remains unchanged. അപ്പോൾ ഈ സമയത്ത് DNA കണ്ടന്റ് എന്ന് പറയുന്നത് സെല്ലിൽ ഡബിൾഡ് ആകും, പക്ഷേ ഓവറോൾ പ്ലോയിഡി എന്ന് പറയുന്നത് അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതായത് ഡിപ്ലോയിഡിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. In this phase, the synthesis is completed as soon as possible as the exposed base pairs are sensitive to external factors like drugs and mutagens. അപ്പം ഈ ഫേസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു G1 G2 ഫേസിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അതിനുള്ള കാരണം എസ് ഫേസിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ആക്ഷൻ വഴി മ്യൂട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് സെമി കൺസർവേറ്റീവ് DNA റിപ്ലിക്കേഷൻ നടത്തുക എന്നുള്ളതായിരിക്കും സെല്ലിൻ്റെ പ്രയോറിറ്റി, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന മെഷീനറിയുടെ പ്രയോറിറ്റി. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സിന്തസിസ് ഫേസ് നടക്കും. ഇനി അടുത്ത ഫേസാണ് G2 ഫേസ്. അതായത് എസ് ഫേസും പിന്നെ എം ഫേസിനും ഇടയ്ക്ക് വരുന്ന ഇൻ്റർഫേസിൻ്റെ മേജറായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഫേസ് ആണ് G2 ഫേസ് എന്ന് പറയുന്നത്. It is again the gap phase which happens during the gap between the DNA synthesis and mitosis. During this phase, the cell will continue to grow. അപ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റേജിലും ബയോസിന്തറ്റിക് ആക്ടിവിറ്റീസും ന്യൂട്രിയൻസിൻ്റെ അക്കോമുലേഷനും ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സെല്ല് പ്രിപ്പയർ ചെയ്യുകയാണ് ഫോർ മൈറ്റോസിസ്, അതായത് സൈറ്റോകൈനസിന് വേണ്ടിയിട്ട് സെല്ല് പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് മൈറ്റോസിസ് ഓർ എം ഫേസ്. ദ എം ഫേസ് കൺസിസ്റ്റ് ഓഫ് കാരിയോകൈനസിസ്, ന്യൂക്ലിയർ ഡിവിഷൻ ആൻഡ് സൈറ്റോകൈനസിസ്. അപ്പോൾ ഇവിടെ രണ്ട് മേജർ സ്റ്റെപ്സുകളാണ് സംഭവിക്കുന്നത്. ന്യൂക്ലിയർ ഡിവിഷൻ, ദാറ്റ് ഈസ് കാരിയോകൈനസിസ്, ദെൻ സൈറ്റോകൈനസിസ്, സൈറ്റോപ്ലാസത്തിൻ്റെ ഫുൾ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിനകത്തുള്ള ദ എൻറ്റയർ സെൽ, ദെൻ ന്യൂക്ലിയൈ, സൈറ്റോപ്ലാസം, ഓർഗനൽസ് ആൻഡ് സെൽ മെംബ്രെയിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 equal ഷെയർസ്. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം എൻറ്റയർ സെല്ലും അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഇൻക്ലൂഷൻസ് എല്ലാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 ഈക്വൽ ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദ മദർ സെൽ ഡിവൈഡ്സ് ഇൻ ടു 2 ഡോട്ടർ സെൽസ് ദാറ്റ് ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ. അപ്പോൾ മദർ സെല്ല് 2 ഡോട്ടർ സെൽസ് ആയിട്ട് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ക്ലോൺസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റേജ് എം ഫേസ് എന്ന് പറയുന്ന സ്റ്റേജിന് അഗെയിൻ ആ സബ് സ്റ്റേജസ് ഉണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പോൾ ഈ സ്റ്റേജുകളിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് ഫൈനലായിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഓരോ സ്റ്റേജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴേക്കിന് ആ സെല്ല് ഡിവൈഡ് ചെയ്ത് ഡോട്ടർ സെൽസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. ഓക്കെ, ഇപ്പം നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ പ്രോഫേസിനെ കുറിച്ചും മെറ്റാഫേസിനെ കുറിച്ചും അനാഫേസിനെ കുറിച്ചും ടീലോഫേസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുക എന്നുള്ളതല്ല. അത് നിങ്ങൾ വേറെ സെഷൻസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീ റിക്വസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ ഒരു അറിവുണ്ടായിരിക്കണം. നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇനിയുള്ള സെഷനിൽ ഉദ്ദേശിക്കുന്നത് സെൽ സൈക്കിൾ എങ്ങനെയാണ് റെഗുലേറ്റഡ് ആകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സിഗ്നലിംഗ് പാത്വേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പാത്വേസ് എന്തൊക്കെയാണ്, മെക്കാനിസംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സെൽ സൈക്കിളിൻ്റെ റെഗുലേഷനാണ് മെയിൻ ഫോക്കസ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ സെൽ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇവിടെ ഡിസ്കസ് ചെയ്തത്.